വരെ ഗുഡ് ഈവനിങ്. അപ്പം നമ്മളിന്ന് LGSൻ്റെ PYQ ക്ലാസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇപ്പോൾ ഇതിനായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു. അപ്പോൾ എന്താ ചെയ്യുക, എല്ലാവരും മെനക്കെട്ട് പഠിക്കുക, ജോലി നേടുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ തരുന്ന PYQ മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ SCERT പഠിക്കണം, മാത്സ് പഠിക്കണം, കറണ്ട് അഫേഴ്സ് പഠിക്കണം. എന്നെക്കൊണ്ട് ഒക്കുന്ന കറണ്ട് അഫേഴ്സ് മാത്സ് ഞാൻ കവർ ചെയ്യും. കറണ്ട് അഫേഴ്സ് എന്നെക്കൊണ്ട് ഒക്കുന്ന കറണ്ട് അഫേഴ്സൊക്കെ ഞാൻ തരും. പിന്നെ SCERT വേണമെങ്കിൽ SCERT വോയിസ് നോട്ട് ഇടാം, പറഞ്ഞാൽ മതി. PDF ഉണ്ടാകും, PDF ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം, അല്ലെങ്കിൽ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് പല പ്രശ്നങ്ങൾ കാണുമല്ലേ, ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ ഇപ്പോൾ ഒരാളല്ല, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പോകുന്നവരാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ അവരവർക്ക് വലുതല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങളായിരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം വരാൻ പോകുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം നമ്മളൊരു സൈഡിൽ മാറ്റി വയ്ക്കുക. നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ജോലിക്ക് വേണ്ടി പഠിക്കുക, പരിശ്രമിക്കുക. അപ്പോൾ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റൻ ഏത് പർവ്വത നിരയിൽ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റൻ കാരക്കോറം പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ കാരക്കോറം എവിടാ? കാശ്മീരിന് വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വതനിരകളാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖല എന്താണ്? കാശ്മീരിന് വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വതനിരകളാണ് ഉത്തരപർവ്വത മേഖല. ഈ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിക്കാം: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയത്തിൽ എന്തൊക്കെയുണ്ട്? കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ സ്ഥിതി ചെയ്യുന്ന എവിടാ? ട്രാൻസ് ഹിമാലയത്തിൽ. ഹിമാലയത്തിലോ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടാ? ഹിമാലയത്തിൽ. കിഴക്കൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്നത് നാഗാ കുന്നുകൾ, ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ, പത്കായിബ. ഇതൊക്കെയാണ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരയിൽ നാഗാ കുന്നുകൾ, ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ, പത്കായിബ. ഇനി ട്രാൻസ് ഹിമാലയം എന്താണെന്ന് നോക്കാം. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരം 6000 മീറ്ററാണ്. ഇതിനകത്തുള്ളത് എന്തൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകളാണ് എവിടെ ഉള്ളത്? ട്രാൻസ് ഹിമാലയത്തിലുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗോഡ്വിൻ ആസ്റ്റൻ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു? കാരക്കോറം പർവ്വതനിര. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റൻ. ഉയർന്ന ഏഷ്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന കാരക്കോറം നിരകളാണ്. കാരക്കോറം നിരകളെ എങ്ങനെ അറിയപ്പെടുന്ന? ഏഷ്യയുടെ ഉയർന്ന നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? കാരക്കോറം നിലകൾ. ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയാം? ഇന്ദിരാക്കോൾ എവിടെ സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം പർവ്വതനിരയിലാണ് ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്കും തുർക്കിസ്ഥാനും ഇടയിൽ വാട്ടർ ഷെഡായി കാരക്കോറം നിരനിൽക്കുന്നു. എന്തിനൊക്കെ ഇടയിലാണ്? ഇന്ത്യക്കും തുർക്കിസ്ഥാനും ഇടയിൽ വാട്ടർ ഷെഡായി സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? കാരക്കോറം പർവ്വതനിരയാണ്. കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതിയിൽ പരാമർശിച്ചിട്ടുള്ള പർവ്വതനിരയാണ് കാരക്കോറം. കാരക്കോറത്തെ കൃഷ്ണഗിരി എന്ന് പരാമർശിച്ചിട്ടുള്ള ഏത് കൃതിയിലാണ്? കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിലാണ് പരാമർശിച്ചിട്ടുള്ളത്. കാരക്കോറം പർവ്വതനിരയെ കൃഷ്ണഗിരി എന്ന് പരാമർശിച്ചിട്ടുള്ളത് സംസ്കൃതം കൃതികളിൽ. റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കിം എന്ന നോവലിൽ പരാമർശിച്ചിട്ടുള്ള പർവ്വതനിര. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കിം എന്ന നോവലിൽ കാരക്കോറം പർവ്വതനിരയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്
ഗോഡ്വിൻ ആസ്ട്രി നമ്മളിപ്പം പഠിച്ചത് ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് പഠിച്ചു. കാരക്കോറം പർവ്വതനിര, ലഡാക്ക്, സസ്കറൊക്കെ സ്ഥിതി ചെയ്യുന്ന ട്രാൻസ് ഹിമാലയത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്ട്രി സ്ഥിതി ചെയ്യുന്ന കാരക്കോറം പർവ്വതനിരയിലാണ്. ഏഷ്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാരക്കോറം പർവ്വതനിരയാണ്. ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. ഇന്ത്യക്കും തുർക്കിസ്ഥാനും ഇടയിലെ വാട്ടർ ഷെഡായി കാണപ്പെടുന്നത് എന്താണ്? കാരക്കോറം പർവ്വതനിരയാണ്. കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിട്ടുള്ള പർവ്വതനിരയാണ് കാരക്കോറം പർവ്വതനിര. റുഡ്യാർഡ് ക്ലിപ്പിങ്ങിൻ്റെ കിം എന്ന നോവലിൽ പരാമർശിച്ചിട്ടുള്ള പർവ്വതനിരയാണ് കാരക്കോറം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗോഡ്വിൻ ആസ്ട്രിനെ കുറിച്ചാണ്. ഗോഡ്വിൻ ആസ്ട്രി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ആസ്ട്രി. ഇതിൻ്റെ ഉയരം എത്ര? 8661 മീറ്റർ. നമ്മൾ പറഞ്ഞായിരുന്നു ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരം 6000 മീറ്റർ. ഗോഡ്വിൻ ആസ്ട്രിൻ്റെ ഉയരം 8661 മീറ്റർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഏത്? ഗോഡ്വിൻ ആസ്ട്രി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് ഏതായിരുന്നു? മൗണ്ട് കെറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്ട്രി. പക്ഷെ ലോകത്തിലെ രണ്ടാമത്തതാണ് ഏത്? ഗോഡ്വിൻ ആസ്ട്രി. ഇന്ത്യയിലെ ഉയരം കൂടിയ ഒന്നാമത്തത് ഗോഡ്വിൻ ആസ്ട്രി. ലോകത്തിലെ ഏതായിരുന്നു? മൗണ്ട് കെറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്ട്രി അല്ലയോ? ഇത് രണ്ടും ഒന്നാണ്. പക്ഷേ ഇന്ത്യയിൽ ഒന്നാമത്തെയും ലോകത്തിൽ രണ്ടാമത്തെയും. ഇതിൻ്റെ ഉയരം 8661 മീറ്റർ. മാറിപ്പോലെ ഇന്ത്യയിലെ ആദ്യത്തെ, ലോകത്തിലെ രണ്ടാമത്തെ. മൗണ്ട് കെറ്റു ഉയരം 8661 മീറ്റർ. ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി. ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി. ഇന്ത്യയിലെ ഉയരം കൂടിയ ആദ്യ കൊടുമുടി. ദാപ്സാങ്, ലംബ പഹാർ എന്നീ പ്രാദേശിക പേരുകളിൽ അറിയപ്പെടുന്നു. ഈ ഗോഡ്വിൻ ആസ്ട്രിൻ്റെ മറ്റ് പേരുകൾ അറിയാവോ? ദാപ്സാങ്, ലംബ പഹാർ. ഗോഡ്വിൻ ആസ്ട്രിനെ അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് ദാപ്സാങ്, ലംബ പഹാർ. ട്രാൻസ് ഹിമാലയം പഠിച്ചു. ട്രാൻസ് ഹിമാലയത്തിനകത്ത് എന്തൊക്കെ പഠിച്ചു? കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഇതൊക്കെ അവിടെ നിന്ന് പഠിച്ചു. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് കെറ്റു. ലോകത്തിലെ രണ്ടാമത്തെ കൊടുമുടിയാണ്. അതിൻ്റെ ഉയരം പഠിച്ചു. അതിൻ്റെ വിശേഷണങ്ങൾ പഠിച്ചു. കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ അറിയപ്പെടുന്നതെന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ഹിമാലയത്തെക്കുറിച്ച്. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതെവിടെ സ്ഥിതി ചെയ്യുന്നത്? ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കിടയിൽ, അപ്പം നടുഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും ഹിമാലയൻ പർവ്വതങ്ങളുടെ ഉയരവും വീതിയും കുറയും. കിഴക്കോട്ട് പോകുന്തോറും ഹിമാലയൻ പർവ്വതങ്ങളുടെ ഉയരവും കുറയും, വീതിയും കുറയും. കാശ്മീർ പ്രദേശത്ത് കാശ്മീർ പ്രദേശത്ത് ഏകദേശം 400 കിലോമീറ്റർ വീതിയുള്ള ഉത്തര പർവ്വത നിരകൾക്ക് അരുണാചൽ പ്രദേശിൽ വീതി ഏകദേശം 150 കിലോമീറ്ററാണ്. കാശ്മീരിൽ 400 കിലോമീറ്റർ വീതിയുണ്ട്. പക്ഷേ അത് അരുണാചൽ പ്രദേശ് വരുമ്പോൾ എത്ര കിലോമീറ്ററായി? 150 കിലോമീറ്റർ ആയി. ഹിമാലയത്തെ മൂന്നായി തിരിക്കാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ട്രാൻസ് ഹിമാലയത്തെ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് തിരിച്ചു. ഹിമാലയത്തെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെ മൂന്നായി തിരിച്ചു. ഏറ്റവും ഉയരം കൂടിയ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഹിമാദ്രിയുടെ ഉയരം എത്ര? 6000 മീറ്റർ. നമ്മൾ പഠിച്ചു ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എത്രയായിരുന്നു? 6000 മീറ്റർ. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്ര? 6000 മീറ്റർ. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം ഹിമാദ്രിയിലാണ്. ഹിമാദ്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതൊക്കെ നദികളാണ്? ഗംഗയും യമുനയും. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം എവിടെയെന്ന ഹിമാദ്രിയിൽ നിന്ന്. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികളുടെ ഉയരം എത്ര? 8000 മീറ്ററിന് മുകളിലാണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ. ഗംഗ, യമുന നദികളുടെ സ്ഥാനം ഹിമാദ്രിയിലാണ്. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്നു. ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് കൊടുമുടികൾ ഏതൊക്കെയാണ്? കാഞ്ചൻജംഗ, നന്ദാദേവി. ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന 2 കൊടുമുടികൾ കാഞ്ചൻജംഗയും നന്ദാദേവി. ഇനി അടുത്ത നമ്മൾ ട്രാൻസ് ഹിമാലയം,
ഹിമാലയം. ഇനി എന്തൊക്കെയാണുള്ളത്? ഹിമാലയത്തിൽ നമ്മൾ ഹിമാദ്രി പഠിച്ചു. ഇനി ഹിമാചലും സിവാലിക്കുമുണ്ട്. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ഹിമാചൽ. ഹിമാദ്രി എവിടാ? ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഹിമാദ്രി. സോറി, ഞാൻ നോട്ടിട്ടില്ലായിരുന്നു തോന്നുന്നു. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്താണ് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. ശരാശരി ഉയരം 3000 മീറ്ററാണ് ഹിമാചലിൻ്റെ ശരാശരി ഉയരം. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ, ട്രാൻസ് ഹിമാലയത്തിൻ്റെ 6000 മീറ്റർ. പിന്നെ ഹിമാദ്രി സ്ഥിതി ചെയ്യുന്ന നിരവധി കൊടുമുടികളുണ്ടെന്ന് പറഞ്ഞാൽ ആ കൊടുമുടികളൊക്കെ ഏകദേശം 8000 മീറ്റർ ഉയരം വരും. ഹിമാചലിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചലിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്ന 3000 മീറ്ററാണ്. ഹിമാചലിൻ്റെ ശരാശരി ഉയരം 3000 മീറ്റർ. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിലാണ്. ഷിംല, ഡാർജിലിംഗ് ഒക്കെ കാണപ്പെടുന്നത് ഹിമാചലിലാണ്. കാഞ്ചൻജംഗയും നന്ദാദേവിയും ഹിമാദ്രിയിൽ, ഷിംലയും ഡാർജിലിംഗും ഹിമാദ്രിയിൽ. ഹിമാദ്രിയുടെ ഉയരം 3000 മീറ്റർ, 6000 മീറ്റർ. ഹിമാചലിൻ്റെ ഉയരം 3000 മീറ്ററും. ഹിമാദ്രിയുടെ ഉയരം 6000 മീറ്റർ, ഹിമാചലിൻ്റെ ഉയരം 3000 മീറ്റർ. ഇനി സിവാലിക്. ഹിമാചലിന് തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് സിവാലിക്. ഹിമാലയത്തിന് തെക്കു ഭാഗത്ത്. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്ത് ഹിമാചൽ. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്ത് ഹിമാചൽ. ഹിമാചലിന് തെക്ക് ഭാഗത്ത് സിവാലിക്. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്ത് ഹിമാചൽ. ഹിമാചലിൻ്റെ തെക്ക് ഭാഗത്ത് സിവാലിക്. ഇതിൻ്റെ ഉയരം 1220 മീറ്റർ. സിവാലിക്കിൻ്റെ ഉയരം 1220 മീറ്റർ. ഹിമാലയ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും ഇതിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്നു. ഹിമാലയ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ആണ് ഒഴുകുന്നത്. അതുകൊണ്ട് പലയിടങ്ങളിലും ഇതിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്, പൊടിഞ്ഞ് പോകാറുണ്ട്. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നത് എവിടാണ്? സിവാലിക്. നീളമുള്ളതും വിസ്തൃതവുമായ താഴ്വരകൾ, ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾ കേട്ടിട്ടുണ്ട് ഡെറാഡൂൺ അല്ലേ? സിവാലിലെ ഏറ്റവും ഉദാഹരണം എന്ത് പറയുന്നേ? താഴ്വരയ്ക്ക് ഉദാഹരണം ഡെറാഡൂൺ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ട്രാൻസ് ഹിമാലയം പഠിച്ചു, ഹിമാലയം പഠിച്ചു. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരം 6000 മീറ്റർ. ഇവിടെ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് കെ2 ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി, ലോകത്തിലെ രണ്ടാമത്തെ. അതിൻ്റെ ഉയരം 8661 മീറ്റർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ. പിന്നെ അതിന് മറ്റൊരു പേര് സംസ്കൃതത്തിലൊക്കെ പറയുന്നത് എന്തുവാണ്? കൃഷ്ണഗിരി എന്നറിയപ്പെടുന്നു. പിന്നെ ഇന്ത്യക്കും തുർക്കിസ്ഥാനും ഇടയിൽ വാട്ടർ ഷെഡായി കാണപ്പെടുന്നത് എന്താണ്? കാരക്കോറം പർവ്വതനിരയാണ്. ഇനി ഹിമാലയത്തിൽ നമ്മൾ എന്ത് പഠിച്ചു? ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത്. അതിന് 3 ഭാഗങ്ങളുണ്ട്: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക്. ഹിമാദ്രിക്ക് 6000 മീറ്റർ ഉയരമുണ്ട്, ഹിമാചലിന് 3000 മീറ്റർ ഉണ്ട്, സിവാലിക്കിന് 1200 മീറ്ററാണ് ഉയരം. ഹിമാദ്രിയിൽ കാണപ്പെടുന്നത് കാഞ്ചൻജംഗയും നന്ദാദേവിയുമാണ്. ഹിമാചലിൽ കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? ഹിമാചലിൽ ഡാർജിലിംഗും ഷിംലയും കാണപ്പെടുന്നു. സിവാലിക്കിൽ ഡെറാഡൂൺ കാണപ്പെടുന്നു. ഇനി അടുത്ത ട്രാൻസ് ഹിമാലയം കഴിഞ്ഞു, ഹിമാലയം കഴിഞ്ഞു. ഇനി അടുത്ത കിഴക്കൻ മലനിരകൾ പഠിച്ചത്. ഉത്തരപർവ്വത മേഖലയിൽ 3ആയി തിരിച്ചിരിക്കുന്നു: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ഇതിൽ ട്രാൻസ് ഹിമാലയം പറഞ്ഞു, ഹിമാലയം പറഞ്ഞു. ഇനി കിഴക്കൻ മലനിരകളാണ് പറയാനുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഒരു പ്രദേശമാണ് പൂർവാചൽ എന്നറിയപ്പെടുന്നു. ഇതിനെ ഉയരമുള്ള ദേശമാണ് കിഴക്കൻ മലനിരകൾ. ഇതിനെ പൂർവാചൽ എന്നറിയപ്പെടുന്നു. എന്താണ് അതിൻ്റെ ഉയരം? 500 മുതൽ 3000 മീറ്റർ വരെയാണ് ഉയരം. എവിടെ നിന്ന്? സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 3000 മീറ്റർ വരെയുള്ള പ്രദേശമാണ് കിഴക്കൻ മലനിരകൾ. ഇതിനെ പൂർവാചൽ എന്ന് അറിയപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രോം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകളിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രോം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് നിബിഡമായ
നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. ഇവിടെ എന്താ കാണപ്പെടുന്നേ? നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. നാഗാ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ, ത്രിപുര കുന്നുകൾ, ഖാസി, ഗോര കുന്നുകൾ എന്നിവ എവിടെ കാണപ്പെടുന്നു? കിഴക്കൻ മലനിരകളിൽ കാണപ്പെടുന്നു. നമ്മളത് പഠിച്ചതല്ലേ. കിഴക്കൻ മലനിരകളിൽ എന്തൊക്കെ കാണപ്പെടുന്നു? നാഗാ കുന്നുകൾ, ഗാരോ കുന്നുകൾ, ഖാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകളൊക്കെ കിഴക്കൻ മലനിരയിൽ കാണപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 500 മീറ്റർ മുതൽ 3000 മീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രോം കാണപ്പെടുന്നത് എവിടെയാണ്? കിഴക്കൻ മലനിരകളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിലും വിശ്വസിക്കാനും അത് സ്വീകരിക്കാനുമുള്ള അവകാശമുണ്ട് അല്ലേ? ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ മൗലിക അവകാശങ്ങളും കടമകളും ഒക്കെ പഠിക്കുന്നതാണ്. അപ്പം സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിലും വിശ്വസിക്കാനും പ്രചരിക്കാനുമുള്ള അവകാശമുണ്ട് എന്നുള്ളത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇന്ത്യയിലെ ആദ്യ മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മൗലിക അവകാശങ്ങൾ മറ്റു സാധാരണ അവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഭരണഘടന ഉറപ്പു നൽകുന്നതും ജുഡീഷ്യറി അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മൗലിക അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് 1928 നെഹ്റു കമ്മിറ്റിയിലാണ്. 1928 നെഹ്റു കമ്മിറ്റിയാണ് മൗലിക അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വച്ചത്. ഇന്ത്യൻ ഭരണഘടനയിൽ 3-ാം ഭാഗത്ത് 12 മുതൽ 35 വരെ വകുപ്പുകളിലാണ് മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഏത് ഭാഗത്ത് കാണപ്പെടുന്നു? 3-ാം ഭാഗത്ത്. അത് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 12 മുതൽ 35 വരെ. ഭരണഘടനയിലെ 3-ാം ഭാഗം 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 എന്തൊക്കെയാണ് പറയുന്നത്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. എത്ര തരത്തിലുള്ള അവകാശങ്ങൾ നമുക്കുള്ളത്? ഭരണഘടന നമുക്ക് ഉറപ്പുവരുത്തുന്ന അവകാശങ്ങൾ 6 സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരെ, മതസ്വാതന്ത്ര്യത്തിനുള്ളത്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇനി സമത്വത്തിനുള്ള അവകാശം എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളിലാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിയമം മുഖേന തുല്യ സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് ആർട്ടിക്കിൾ പറയുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിയമം മുഖേന എല്ലാവർക്കും തുല്യ സംരക്ഷണം നൽകണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 14. വിവേചനത്തിൽ നിന്നും സംരക്ഷണം. ആദ്യത്തേത് സമത്വം. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, എല്ലാവർക്കും തുല്യ സംരക്ഷണം നൽകണം. ആർട്ടിക്കിൾ 14. 15 വിവേചനത്തിൽ നിന്നും സംരക്ഷണം നൽകണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15. അവസര സമത്വം നൽകണം. ആർട്ടിക്കിൾ 16. അയിത്വ നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 17. പദവി നാമങ്ങൾ നിർത്തലാക്കൽ. ഇതാണ് ആർട്ടിക്കിൾ 14. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്തോ ആർട്ടിക്കിൾ നമ്മുടെ സമത്വത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാ? 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുന്നത്. 14-ാമത്തത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലേ, തുല്യ സംരക്ഷണം നൽകണം.
15 പറയുന്നത് വിവേചനത്തിൽ നിന്നും സംരക്ഷണം നൽകണം. 16 പറയുന്നത് അവസര സമത്വം. 17 അയിത്ത നിർമ്മാർജ്ജനം. 18 പദവി നാമങ്ങൾ നിർത്തലാക്കൽ. ഇനി അടുത്ത പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. രണ്ടാമത്തെ അവകാശം എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 19 മുതൽ 22 വരെയുള്ളതാണ്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള വകുപ്പിൽ കാണപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടും? അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. എന്തൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ? ഇത് ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സമ്മേളനത്തിനും സംഘാടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇവയൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. കുറ്റകൃത്യങ്ങൾക്കുള്ള അനായാസ ശിക്ഷകൾക്കെതിരെയുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും 20 കുറ്റകൃത്യങ്ങൾക്കെതിരെ അന്യായമായ ശിക്ഷ നടപ്പാക്കിയാൽ അതിനെതിരെയുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20. കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ പാടുള്ളൂ. പുതിയൊരു നിയമം കൊണ്ടുവന്ന ആളെ ശിക്ഷിക്കാൻ പാടില്ല. പിൽക്കാലത്തുണ്ടായ നിയമങ്ങൾ മുൻകാല കുറ്റകൃത്യങ്ങൾക്ക് ബാധകമല്ല. മുൻപ് കുറ്റയ്ക്ക് വിചാരണ നടത്തി ശിക്ഷ വിധിച്ച ആൾക്ക് പിന്നീട് വന്ന നിയമങ്ങളൊന്നും ബാധകമല്ല. കുറ്റം ചെയ്ത അവസരത്തിൽ നിലവിലുള്ള നിയമമനുസരിച്ച് എന്ത് ശിക്ഷ നൽകുന്നോ അതിൽ കൂടുതൽ ശിക്ഷ ആർക്കും നൽകരുത്. കുറ്റം ചെയ്തപ്പോൾ ആ വ്യക്തിക്ക് എന്ത് നിയമമനുസരിച്ച് എന്ത് ശിക്ഷയാണോ നൽകിയേ ആ ശിക്ഷയിൽ കൂടിയ ശിക്ഷ നൽകാൻ പാടില്ല. ഒരു കുറ്റകൃത്യത്തിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല. ഒരു തെറ്റ് ചെയ്ത വ്യക്തിക്ക് ഒരു പ്രാവശ്യം മാത്രമേ ശിക്ഷ നൽകാൻ പാടുള്ളൂ. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരായ സാക്ഷിയാകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഒരാളിൽ കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരായ സാക്ഷിയാകാൻ അദ്ദേഹത്തെ നിർബന്ധിക്കാനും പാടില്ല. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 20 കുറ്റകൃത്യങ്ങൾക്കെതിരെ അന്യായമായ ശിക്ഷ നടപ്പിലാക്കി അതിലെ സംരക്ഷിക്കാനുള്ള ആർട്ടിക്കിളാണ് 20. 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് പോലും അത് നിർത്തലാക്കാൻ പാടില്ല. അല്ലെങ്കിൽ ആ ഒരു അവകാശം എപ്പോഴും അനുവദനീയമാണ്. ആർട്ടിക്കിൾ 21 പ്രകാരം എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിനും ജീവനുമാണ് ഉറപ്പ് ലഭിക്കുന്നത്. ഇത് ആർട്ടിക്കിൾ 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് പോലും തടയാൻ കഴിയാത്ത ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. 21A പ്രകാരം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായി കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമ്മുടെ പൗരന്മാരുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം റദ്ദു ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 21. 21A എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായി കണക്കാക്കുന്നതാണ് ആർട്ടിക്കിൾ 21A. ഇത് പ്രകാരം 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. 21 എന്ന് പറഞ്ഞാൽ
44-ാം ഭരണഘടന ഭേദഗതി പ്രകാരം അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഒരു വ്യക്തിയുടെ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യത്തിനോ ഭംഗമേൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 22 അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. അന്യായമായ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനോ തടങ്കലിൽ വെക്കാനോ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 22A പറയുന്നത്. അതിനെതിരെ സംരക്ഷണം നൽകുന്നു. ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 23, 24 പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് ഉള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എവിടെ മുതലാണ്? 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 19. അത് എന്തൊക്കെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 20 പറയുന്ന കുറ്റകൃത്യങ്ങൾ അന്യായമായ ശിക്ഷകൾ നൽകാൻ പാടില്ല. അതിനെതിരെയുള്ള അവകാശം അല്ലെങ്കിൽ സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണിത്. 21A എന്ന് പറയുന്ന 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ആർട്ടിക്കിൾ 22 അന്യായമായ തടങ്കലിനും അറസ്റ്റിനും എതിരായ സംരക്ഷണം. ഇപ്പം സമത്വത്തിനുള്ള അവകാശം ഏതായിരുന്നു? 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിന് എതിരെയുള്ള അവകാശം ഏതായിരുന്നു? 19 മുതൽ 22 വരെ. ഇപ്പം ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറഞ്ഞാൽ 23, 24. മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുന്നതും അടിമയാക്കുന്നതും നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതുമൊക്കെ ആർട്ടിക്കിൾ 23 എതിരാണ്. ആർട്ടിക്കിൾ 23 പ്രകാരം മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുന്നതും അടിമയാക്കുന്നതും നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതും കുറ്റകരമാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ അപകട സാധ്യതയുള്ള മറ്റ് തൊഴിലിടങ്ങളിലോ ഏർപ്പെടുത്തുന്നത് ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിച്ചിരിക്കുന്നു. 23 പ്രകാരം മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുകയോ അടിമയാക്കുകയോ അമിതമായി തൊഴിലെടുപ്പിക്കുകയോ നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കുറ്റകരമാണ്. ആർട്ടിക്കിൾ 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യിക്കുന്നത് ഇതിനെതിരെയുള്ള സംരക്ഷണം. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അടുത്തത്. മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ആദ്യം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ആർട്ടിക്കിൾ 23, 24 ചൂഷണത്തിനെതിരെ. മതസ്വാതന്ത്ര്യത്തിനുള്ളത് 25 മുതൽ 28 വരെ. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 25 തരുന്നത്. ആർട്ടിക്കിൾ 25 പറയുന്ന ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും പ്രചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം ആർട്ടിക്കിൾ 26. ഏത് മതത്തിൽ വിശ്വസിക്കാനോ അതിനെ പ്രചരിപ്പിക്കാനും ആർട്ടിക്കിൾ 25. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം ആർട്ടിക്കിൾ 26. മതപരിപാലനത്തിനും മതം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനിയോഗിക്കുന്ന പണം നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. മതപരിപാലനത്തിനും മതം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനിയോഗിക്കുന്ന പണം നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ആർട്ടിക്കിൾ 27. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ഉത്തരവാദിത്വത്തിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം പാടില്ല. അത് 28. 25 പറയുന്ന ഏത് മതവും വിശ്വസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. മതത്തിന് വേണ്ടി സ്ഥാവര ജംഗമ വസ്തുക്കൾ ആർജിക്കാമെന്ന് ആർട്ടിക്കിൾ 26 പറയുന്നു. 27 പറയുന്ന മതപരിപാലനത്തിനും മതം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനിയോഗിക്കുന്ന പണത്തിന് നികുതിയില്ല. 28 പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ഉത്തരവാദിത്വത്തിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം പാടില്ല. ഗവൺമെൻറ് ഉടമസ്ഥതയിലും ഉത്തരവാദിത്വത്തിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം പാടില്ല. കാരണം എന്താ? നമ്മുടേതൊരു സ്വതന്ത്ര മതേതര രാഷ്ട്രമാണ്. അതുകൊണ്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെ
കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 19 മുതൽ 22 വരെ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം, 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 23 24 ചൂഷണത്തിനെതിരായ അവകാശം, 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇനി അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29 മുതൽ 30 വരെ. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 30. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 29. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം എന്താണ്? ആർട്ടിക്കിൾ 30. 29 എന്തോ? സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം. സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനും സ്ഥാപിക്കുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 30. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. ഈ അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 32 എങ്ങനെ അറിയപ്പെടുന്നു? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. മൗലികാവകാശങ്ങളുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന എന്തുവായിരുന്നു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് മൗലികാവകാശങ്ങളുടെ നട്ടെല്ല്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് ഏതവകാശമാണ്? ആർട്ടിക്കിൾ 32 അല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെയാണ് ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഇത്രയും ഇന്നിപ്പോൾ ഭരണഘടനയും ഇവിടെ ഇത്രയും കൊണ്ട് നിർത്തുക. അപ്പോൾ അടുത്ത ക്ലാസ് ഇടാം.